glorious moments. ചീത്ത പറഞ്ഞ ഒരാളുടെ സാധനം കേൾപ്പിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. അങ്ങനെ പലതും പറയും. പറഞ്ഞോട്ടെ, എനിക്ക് ഒത്തിരി ബിസിയാണ്. ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം ഇത് നോക്ക. ആൾക്കാർക്ക് അഭിപ്രായം പറയാം. അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണേലും ഇഷ്ടമില്ലേലും ആൾക്കാർ പറയും. അപ്പൊ അതുകൊണ്ട് പറയുന്നതിനെ എതിർത്തിട്ട് കാര്യമില്ല. പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ വിശദീകരണം കൊടുക്കുക. അത്രേ ഉള്ളൂ പറയാൻ. എനിക്കിത് ഇത്രേ ഉള്ളൂ. ആരെങ്കിലും പറയുന്നതിനെ തടയാനോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ ആരും പറയരുതെന്ന് പറയാനോ ഒന്നും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതെന്തിനാ ഡിഫെൻസീവ് ആകുന്നത്? അയാൾ പറയുന്നത് പറയട്ടെന്ന്. അയാൾ ഇന്ന് ബെഞ്ച് ഡിസ്കഷനിലോ വെച്ചിട്ട് വളരെ സാമാന്യമായ രീതിയിൽ ഈ പറഞ്ഞ ഇതിനെതിരെ മറുപടി പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറയുന്നത് ഇത് ആൾക്കാർ പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അയാൾ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അയാളുടെ ഡേറ്റ, അയാളുടെ ഫോണ് അല്ലെങ്കിൽ എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അയാൾ ചെയ്യുന്നു. അതിപ്പോ ഒരാൾ കേട്ടു, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയണ്ട, കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്നത് ഇതിനോട് ഇങ്ങനൊന്നും പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാനിപ്പോ ഒരു കത്തോലിക്കനാ, നിങ്ങളും കത്തോലിക്കനാ. അപ്പൊ ഈ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാലും ഇത് പബ്ലിക് ഡൊമൈനിലുള്ള സാധനം, ആൾക്കാർ സംസാരിക്കും. പിന്നെ അജി പറയുന്നതിനോട് ഇപ്പൊ അജിയുടെ താല്പര്യമല്ലേ അജിയുടെ റൂം എങ്ങനെ നടത്തണം, അതിനെന്തിന് സജഷൻസ് വെക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ആൾക്കാർ സംസാരിക്കാനുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു കാരണവശാലും എതിർക്കരുത്. താങ്ക് യു അജി. ഞാൻ ഒരു മിനിറ്റുള്ള ഞാൻ നിർത്താൻ ശ്രമിക്കാം. അതായത് ശുഭപീഠിക്കിലൂടെ പറഞ്ഞത് 100% തെറ്റായ കാര്യമാണ്. ഇവിടെ രണ്ട് ചർച്ചകൾ, ഈ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ചകളും കത്തോലിക്ക സഭയിലും ഏറ്റവും കൂടുതൽ മറിയെ ഒരു അത്തിപ്പഴത്തിനകത്തോ പേരയ്ക്കകത്തോ അതിന്റെ വിത്ത് തിങ്ങി നിൽക്കുന്നത് പോലെ, അത് റോമൻ കത്തോലിക്കര് മരിയൻ ഇത് നിറച്ചു വെച്ചിരിക്കുന്നത് പോലെ ഒരാളും നിറച്ചു വെച്ചിട്ടില്ല. ഇതിനു വേണ്ടിയാണല്ലോ തല്ലുകൂടുന്നത്. ഇത്രയും ലിറ്റനി യേശുക്രിസ്തുവിനുള്ള മുഴുവൻ ടൈറ്റിലും ഞാനിവിടെ വായിച്ചിട്ടുള്ള എല്ലാ എൻസൈക്ലിക്കലും എല്ലാ കാത്തലിക് രേഖകളും ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ഇവര് ക്രിസ്ത്യൻസ് അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുന്നു, ക്രിസ്തുവിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ എഴുതുന്നു, ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നു. മറിയയെ കുറിച്ചുള്ള അങ്ങനെയുള്ള റിലീജിയനുള്ളൊരു മറിയയെ പറ്റി ചിന്തിക്കുന്നു, മറിയയെ പറ്റി പുസ്തകം എഴുതുന്നു. ലിറ്റർജിയില് ഈ കൊന്ത ചൊല്ലുന്നതൊക്കെ അവിടെ ഉണ്ടോ? ഈസ്റ്റേൺ ചർച്ചിലുണ്ടോ? അതായത് 10 കൊന്താണ്. ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു തവണയാണ്. പുള്ളി പറഞ്ഞത് തിരിച്ചാണ്. പുള്ളി പറഞ്ഞത് അത് മനസ്സിലാവുന്നത്. നമ്മളെ ചർച്ച മുമ്പോട്ട് പോകുമ്പോ പുള്ളിയുടെ ആർഗ്യുമെന്റ് കേൾക്കുമ്പോൾ മനസ്സിലാവും. പുള്ളി പറഞ്ഞത് ഇവരുടെ ആരാധനകളില്ല, എക്സ്ട്രാ ആരാധനകളല്ല. ഇപ്പൊ ഈ ലുത്തിനിയ ഇങ്ങനത്തെ സാധനങ്ങളിലേ ഉള്ളൂ എന്നാണ് പുള്ളിയുടെ വാദവും. നമുക്കത് കേൾക്കാം. ഫൈബർത്തിന് മനസ്സിലായോ? ആരാധനകളിലില്ല, അവിടെയും തെറ്റാണ്. കാരണം ലിറ്റർജി, അതായത് ഇത് ഭക്തി പ്രസ്ഥാനത്തിൽ വരുന്ന ആരാധനയിൽ ഇല്ലെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്റെ വിചാരം. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കേൾക്കാം നമുക്ക്. ഒരു തർക്കമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോർ, അദ്ദേഹം അന്ത്യോക്യ സ്വദേശിയായിരുന്നു. അന്ത്യോക്യയിൽ നിന്ന് ഈ ബിഷപ്പ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. കോൺസ്റ്റാന്റിനോപ്പിൾ സിയുടെ പാട്രിയർക്കീസ് ആയി മാറി. അദ്ദേഹം സഭയിൽ അന്നുവരെ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾക്കെതിരായി പ്രസംഗിക്കുവാനും എഴുതുവാനും തുടങ്ങി. ആളുകൾ പലർക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കി. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയത്തെ ആദിമകാലം മുതൽ സഭ ദൈവത്തിന്റെ അമ്മയായി, ദൈവമാതാവായി പരിഗണിച്ചിരുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമായി പരിഗണിച്ചിരുന്ന സഭ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നെസ്തോർ കന്യകാമറിയത്തെ ആന്ത്രോപോറ്റോക്കോസ് എന്ന് വിശേഷിപ്പിച്ചു. ഗ്രീക്കിൽ ആന്ത്രോ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ എന്നാണ് അർത്ഥം. അതിൽ ആന്ത്രോപോളജി, നരവംശ വിജ്ഞാനീയം നിങ്ങൾക്ക് വളരെ പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആന്ത്രോപോറ്റോക്കോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യമാതാവ്, അതായത് യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ അമ്മ മാത്രമായിരുന്നു എന്ന് നെസ്തോർ പറഞ്ഞു. കാരണം നെസ്തോർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധമുണ്ടായി. പരമ്പരാഗതമായി തിയോട്രോക്കോസ് എന്ന കന്യകാമറിയത്തെ വിശേഷിപ്പിച്ചു പോന്നിരുന്ന ആളുകളുടെ പ്രതിനിധിയായി അലക്സാണ്ട്രിയയിൽ നിന്ന് സിറിൽ എന്ന ബിഷപ്പ് അദ്ദേഹത്തിന് ഒരു കത്തയക്കുകയാണ്. തുടർന്ന് സിറിലും നെസ്തോറും തമ്മിൽ ദീർഘമായ കത്തിടപാടുകളിലൂടെ അവർ ആശയ സംവാദം ചെയ്തുകൊണ്ടിരുന്നു. ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കുവാൻ പലരും ആഗ്രഹിച്ചു. കാരണം വിശ്വാസി സമൂഹം രണ്ടായി പിരിയുന്നു. കുറെ ആളുകൾ പറയുന്നു മറിയമാരാണ്, മറിയം ആന്ത്രോപോറ്റോക്കോസ് ആണ്, ഒരു മനുഷ്യ സ്ത്രീ മാത്രമാണ്, സാധാരണ മനുഷ്യനായ യേശുവിനെ പ്രസവിച്ചു, അത്രയുമേ ഉള്ളൂ എന്ന് പറയുന്നു. കുറെ ആളുകൾ മറിയം പ്രസവിച്ച ശിശു ദൈവമായിരുന്നത് കൊണ്ട് അവൻ ദൈവമാതാവാണെന്ന് പറയുന്നു. തർക്കം മൂത്തപ്പോൾ, അനുരഞ്ജന ശ്രമങ്ങൾ വന്നപ്പോൾ മധ്യസ്ഥന്മാരുടെ പരിശ്രമത്തെ തുടർന്ന് തന്റെ നിലപാടുകളിൽ അയവ് വരുത്തുവാൻ
വെച്ചു. ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അമ്മ. അപ്പോൾ തരിമ്പ് വിട്ടുകൊടുക്കാതെ അലക്സാണ്ട്രിയയിലെ കൂറിലോസ് പിതാവ് പറഞ്ഞു, തിയോട്ടോക്കോസ് എന്ന ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പിന്നോട്ട് പോവില്ല. കാരണം ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായി തലമുറകളായി കൈമാറി കിട്ടിയ വിശ്വാസമാണ്. ഇത് പൂർവികമായ അപ്പോസ്തലിക വിശ്വാസമാണ്. തിയോട്ടോക്കോസ് എന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറില്ല. വീണ്ടും ആ തർക്കം മൂർച്ഛിച്ചപ്പോൾ ഈ തർക്കത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുവാൻ എഫേസോസ് എന്ന പട്ടണത്തിൽ ഒരു സൂനഹദോസ് വിളിച്ചുകൂട്ടുകയാണ്. അതാണ് AD 431 എഫേസോസ് സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ എഫേസോസ് സുന്നഹദോസിന്റെ അവസാനം നെസ്തോറിന്റെ നിലപാടുകളെ തള്ളുകയും സിറിലിന്റെ അഥവാ കൂറിലോസിന്റെ നിലപാടുകളെ സഭ സ്വീകരിക്കുകയുമാണ്. അത് സഭയുടെ പൊതു സുന്നഹദോസ് ആണ്. മൂന്നാമത്തെ പൊതു സുന്നഹദോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പൊതു സുന്നഹദോസ് AD 318 നിക്കിയായിലും, രണ്ടാമത്തെ പൊതു സുന്നഹദോസ് AD 381 കോൺസ്റ്റാന്റിനോപ്പിളിലും, മൂന്നാമത്തെ പൊതു സുന്നഹദോസ് AD 431 എഫേസോസിലും നടന്നു. അതാണ് നിക്കിയായിലും ഒരു മിനിറ്റ് ചോദിക്കാനുണ്ടോ ജി? ഈ സൂനകദോസുകളുടെ ആധികാരികത എങ്ങനെയാണ്? ഏത് കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട സൂനകദോസുകളാണോ അതോ ഏത് പൊതു സുന്നഹദോസ് എന്നാണ് പോലെ വെച്ചത്? അത് പൊതു എക്യുമേനിക്കലാണ്, എക്യുമേനിക്കൽ കൗൺസിലുകളാണ്. അത് പൊതു എല്ലാവരും അംഗീകരിക്കുന്നില്ല. എല്ലാവരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കത്തോലിക്ക സഭ ആകെ 325 ഇത് മാത്രമേ അംഗീകരിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിചാരിക്കുന്നത് തെറ്റാണ്. അത് ബാക്കിയുള്ളവർ കേൾക്കട്ടെ. അത് പൗലോസ് വിചാരിക്കണവരല്ല. ആദ്യത്തെ 3 സുന്നഹദോസ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 3 പൊതു സുന്നഹദോസുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ മൂന്നാമത്തെ പുണ്യപ്പെട്ട പൊതു സുന്നഹദോസിൽ മറിയം ദൈവമാതാവാണ് എന്ന് തർക്കരഹിതമായി സഭ പ്രഖ്യാപിച്ചു. മറിയം വെറും മനുഷ്യമാതാവാണ്, വേണമെങ്കിൽ തക്കിയായുടെ ഭാഗമായി ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് ഞങ്ങളൊന്ന് സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞ നെസ്തോറിന്റെ അനുയായികളും ആ സുന്നഹദോസിൽ നിന്ന് ദുഃഖിതരും നിരാശരുമായി മടങ്ങിയെങ്കിലും അവർ സഭയ്ക്കുള്ളിൽ ഈ കന്യകാമറിയത്തിന്റെ ഈ തിയോട്ടോക്കോസ് എന്ന പദവിക്കെതിരായി, ആ വിശ്വാസ സത്യത്തിനെതിരായി അവർ പ്രചരണങ്ങൾ, ആലോചനകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ നെസ്തോറിയൻ വിശ്വാസം സഭ തള്ളി എന്നുള്ളത് കൊണ്ട് നെസ്തോറിയൻ വിശ്വാസമായിട്ട് അത് അവതരിപ്പിച്ചാൽ സഭയിൽ എങ്ങും സ്വീകാര്യത കിട്ടുകയില്ല. കാരണം നെസ്തോർ ഒരു ഹെറിറ്റിക്കായി ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? നെസ്തോറിന്റെ ഈ വിശ്വാസം തന്നെ പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലും സഭയിൽ അവതരിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ നെസ്തോറിയൻ വിശ്വാസം റീബ്രാൻഡ് ചെയ്ത് ഇറക്കുകയാണ്. അഥവാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തേക്ക് അയക്കുന്ന ഒരു സംഗതി റിജക്ട് ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി അതേ ചരക്ക് പുതിയ പാക്കറ്റിലാക്കി വീണ്ടും കയറ്റുമതി ചെയ്യുന്നത് പോലെ സഭ ഒരിക്കൽ സുന്നഹദോസ് കൂടി തള്ളിക്കളഞ്ഞ ആ വിശ്വാസത്തെ അടുത്ത സുന്നഹദോസ് അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടുകയാണ്. അതാണ് കാൽസിഡൻ സുന്നഹദോസ് അഥവാ 4ാമത് നടക്കുന്ന പൊതു സുന്നഹദോസ്. കാൽസിഡൻ സുന്നഹദോസിൽ ഇവർ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ വിസമ്മതിച്ചു. കാരണം ചർച്ച ചെയ്താൽ ഇവരുടെ കള്ളത്തരം പൊളിവാകുന്നത് കൊണ്ട് റോമിലെ ലിയോ പാപ്പ, ആരാണ്? റോമിലെ ലിയോ പാപ്പ, കാലത്തിന്റെ കാവ്യനീതി എന്നോ അല്ലെങ്കിൽ കുസൃതി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം പറയാം. ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്ന പാപ്പയുടെ പേരും ലിയോ എന്നാണ്. അത് എന്താണോ ചരിത്രത്തിന്റെ ഒരു തമാശയായിരിക്കാം. അപ്പൊ അന്ന് റോമിലെ ലിയോ പാപ്പയാണ് കന്യകാമറിയത്തിനെതിരായി പേന എടുത്തത്. ഈ ലിയോ പാപ്പ ഒരു കടലാസ് എഴുതി ഉണ്ടാക്കി. അതിനെയാണ് ആ രേഖയെ വിളിക്കുന്നത് തുമ്മി എന്നാണ്. അതാണ് ലിയോയുടെ തുമ്മി എന്ന് പറയുന്നത്. ഈ തുമ്മി എന്ന് പറയുന്ന രേഖ കൽക്കൂനിയൻ, അതൊക്കെ ചില മലയാളത്തിൽ നമ്മൾ പറയുന്ന കാൽസിഡൻ സുന്നഹദോസിന് ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്. കാൽസിഡൻ സുന്നഹദോസിൽ വായിക്കുക മാത്രമാണ് ചെയ്തത്. അത് ചർച്ച ചെയ്യുവാനോ സംവാദം നടത്താനോ തയ്യാറായില്ല. അങ്ങനെ പോപ്പിന്റെ തുമ്മിയെ തിരസ്കരിച്ചുകൊണ്ട് അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ സഭയുടെ പ്രതിനിധികൾ ആ സുന്നഹദോസ് നിന്നും വേർപിരിഞ്ഞു. ഇതാണ് ക്രൈസ്തവ സഭയിൽ ആദ്യമായിട്ടുണ്ടാകുന്ന പിളർപ്പ്. അതായത് നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസോസ് എന്ന 3 പൊതു സുന്നഹദോസുകളെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ എന്നും 4ാമത് നടന്ന കൽക്കൂനിയൻ സുന്നഹദോസ് അഥവാ കാൽസിഡൻ സിനഡിനെ ഞങ്ങൾ തരിപ്പ് വകവെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 പൊതു സുന്നഹദോസുകളെ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു വിഭാഗം അന്ന് ക്രിസ്തീയ സഭയിലുണ്ടായി. ആ സഭയിൽ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്ന സഭാവിഭാഗങ്ങളെ എല്ലാം പൊതുവായി വിളിക്കുന്നത് ഓറിയന്റൽസ് എന്നാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്നാണ് ഇന്ന് അവയെ പൊതുവായിട്ട് വിളിക്കുന്നത്. അങ്ങനെ ഒരു സംഘടനയല്ല. ഓറിയന്റൽസ് എന്ന് പറഞ്ഞാൽ ഈ 3 പൊതു സുന്നഹദോസുകളെ ഹോൾഡ് ചെയ്യുന്നു. അപ്പൊ 4ാമത്തെ സുന്നഹദോസിൽ അവർ എന്താണ് അവതരിപ്പിച്ചത്? അവർ അവതരിപ്പിച്ചത് 3ാമത്തെ സുന്നഹദോസിൽ നെസ്തോർ അവതരിപ്പിച്ച് പരാജയപ്പെട്ട അതേ വിശ്വാസം റീബ്രാൻഡ് ചെയ്തിറക്കി. എന്താണ് നെസ്തോർ പറഞ്ഞത്? നെസ്തോർ പറഞ്ഞത്
ഏക സ്വഭാവവാദമാണ്. അത് യേശു എന്ന് പറഞ്ഞാൽ ഏക സ്വഭാവമേ ഉള്ളൂ, ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം. അപ്പൊ ഒരു മനുഷ്യ യേശുവുമുണ്ട്, ഒരു ദൈവ യേശുവുമുണ്ട്. മനുഷ്യ യേശുവിന്റെ അമ്മയാണ് മറിയം എന്ന് പറഞ്ഞു. അതേ വിശ്വാസം കാൽസിനൽ സുനോദോസ് വന്നപ്പോൾ രണ്ട് സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്ന് വന്നു. നെസ്തോർ കുറെ കൂടെ മര്യാദയുള്ളവനായിരുന്നു. ഇവർ പറഞ്ഞ് രണ്ട് സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. യേശു ക്രിസ്തുവിൽ ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. അവന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ മാതാവാണ് മറിയം എന്ന് പറഞ്ഞാൽ നെസ്തോർ പറഞ്ഞത്. എന്നാൽ അലക്സാണ്ട്രിയയിലെയും അന്ത്യോക്യയിലെയും പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല. യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് രണ്ട് സ്വഭാവമില്ല എന്ന് പറഞ്ഞാൽ അന്യം കളിക്കുകയല്ല, അമ്പി കളിക്കുകയല്ല. യേശു ക്രിസ്തു ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാനാകാത്ത വിധം യോജിച്ചിരിക്കുന്ന ഏക സ്വഭാവത്തോടു കൂടിയ വ്യക്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധ മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. ഇതാണ് അടിസ്ഥാനപരമായ തർക്കം. പരിശുദ്ധ മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്. എന്നാൽ ഇവിടെ പറയുന്ന പരിശുദ്ധ മറിയം യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയാണ് പ്രസവിച്ചത്. അപ്പം യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ മാത്രം മാതാവാണ് മറിയം. എന്നാൽ ഓറിയന്റൽ സഭകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു എന്ന പേഴ്സൺ, ഹി ഈസ് ഗോഡ്, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്. ആ ദൈവത്തെയാണ് മറിയം പ്രസവിച്ചത്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ ഉടനീളം ദൈവത്തെ പെറ്റൊരു മാതാവേ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ അമ്മ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് ആരും അങ്ങനെ വിളിക്കാറില്ല, നരേന്ദ്രമോദിയുടെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇനി വേണമെങ്കിൽ ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ സന്ദർഭാനുസരണമായിട്ടോ ഈ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കാം. അതുകൊണ്ട് ആരും പ്രതിഷേധിക്കുന്നില്ല. അങ്ങനെ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? നരേന്ദ്രമോദി എന്നൊരു കുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിച്ചു. നരേന്ദ്രമോദി വലുതായി വന്നു. അവസാനം ഒരു ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയായി. അപ്പോൾ ആ അമ്മയും പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന് പരിഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുന്നു. ഇതാണ് അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ മറിയം യേശു എന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നീട് യേശു ക്രിസ്തു ദൈവപുത്രനായപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്, ആ ദൈവത്തിന്റെ അമ്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ന ഒരു ഡിസ്കൗണ്ട് ആണ്. എന്നാൽ ഈ നിലപാടല്ല സുറിയാനി സഭയുടെ പിതാക്കന്മാർ പറഞ്ഞത്. ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. അതായത് യേശു ക്രിസ്തു ദൈവം ആകുമല്ല ചെയ്തത്, ആയപ്പോ പിന്നെ ദൈവത്തിന്. അത് ഞാൻ ഈ പാലോച്ചൻ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവം ആകപ്പെട്ടതല്ലോ. അത് അല്ലല്ല, ശിവപാസ്റ്റർ അഭിപ്രായം അല്ല പറയുന്നത്. കത്തോലിക്കൻ എങ്ങനെ പറഞ്ഞു നമ്മൾ ആരോപിക്കുക നിങ്ങൾ ശ്രദ്ധിക്കാനില്ല. മുലപ്പാൽ കൊടുത്ത് വളർത്തിയതും ദൈവത്തെയാണ്. അതുകൊണ്ട് ദൈവത്തെ പെറ്റവളാണ്. ഇതെവിടെയാണ്? 431 അർത്ഥശങ്കക്കിടയില്ലാതെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു? വർഷങ്ങളോ? ദശാബ്ദങ്ങൾ എത്ര കഴിഞ്ഞു? ദശാബ്ദങ്ങളോ? നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു? നൂറ്റാണ്ടുകളോ? സഹസ്രാബ്ദം തന്നെ കടന്നുപോയി. 2025 അവസാനിക്കാൻ നിൽക്കുമ്പോഴും പാശ്ചാത്യ സഭയ്ക്ക് കൺഫ്യൂഷൻ. Still their debates are going on. ആശ്ചര്യപ്പെടുത്തുന്നു. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആശ്ചര്യമില്ലേ? AD 431 സത്യവിശ്വാസത്തെ നമുക്ക് ഏൽപ്പിച്ചു തന്ന പിതാക്കന്മാർ, അതാണ് ചുവടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകപരിശുദ്ധ വിശ്വാസത്തെ നമുക്ക് ഏൽപ്പിച്ചു തന്ന പിതാക്കന്മാർ. അതാണ് ഒരു ശരിയായ സഭയിൽ നിൽക്കുമ്പോഴുള്ള ഗുണം. സത്യവിശ്വാസം ഒരിക്കലായിട്ട് പ്രഖ്യാപിക്കട്ടെ. അത് ചർച്ച ചെയ്യേണ്ട കാര്യമോ റീഡിസ്കസ് ചെയ്യേണ്ട കാര്യമോ ഇല്ല. 1950 മാത്രമാണ് പരിശുദ്ധ സുറിയാനി സഭ ആദിമനു മുതൽ ആഘോഷിച്ചിരുന്ന പെരുന്നാളുകൾ കൽപ്പിച്ചു. മറിയത്തിന്റെ പേരിൽ റെസ്പോണ്ട് ചെയ്തോട്ടോ. ഇതാണ് ആർഗ്യുമെന്റ്. അതിഞ്ഞുണ്ട്, പിന്നെ കുറച്ചുകൂടെ വരുന്നുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വരും. അതിങ്ങനെ കേട്ടാലോ? അതിങ്ങനെ കേട്ട് പെരുന്നാളുകൾ ആഘോഷിക്കണമെന്ന്. ഇതാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം. ആര് കൽപ്പിച്ചു? വിശുദ്ധ യൂഹാനോൻ ശ്ലീഹ എഫേസോസിൽ വെച്ച് 3 പെരുന്നാളുകൾ നടത്തുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് വിത്തുകളെ പ്രതിയും കതിരുകളെ പ്രതിയും മുന്തിരിയെ പ്രതിയും വർഷത്തിൽ 3 പെരുന്നാൾ യൂഹാനോൻ ശ്ലീഹയുടെ കൽപ്പന അനുസരിച്ച് സഭ ആഘോഷിച്ചു പോന്നു. ആ പെരുന്നാളിൽ മുന്തിരിയെ പ്രതിയുള്ള പെരുന്നാൾ, ആ പെരുന്നാൾ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നത് എന്താണെന്നറിയാമോ? 1950. അത് അംഗീകരിച്ചതിൽ പാശ്ചാത്യ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് വിയോജിപ്പുണ്ട്, മുറുമുറുപ്പുണ്ട്. ചർച്ചകൾ, പിന്നെയും ചർച്ചകൾ. ആ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒടുവിലായിട്ട് 2025 ചർച്ചകൾ. 2025 നവംബർ മാസവും പേപ്പൽ ബുൾ ഇറങ്ങാണ്. വരുന്നു, പിടിച്ചു. മറിയത്തിന്റെ സ്ഥാനം പോകുന്നു, കൂടുന്നു, കുറയുന്നു. ഇതെന്താണ്? പക്ഷെ യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയം ഉൾപ്പെട്ടിരുന്ന ആ യഥാർത്ഥ സഭയ്ക്ക് നോ കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും ഇല്ല മറിയം ആരാണെന്നുള്ളതിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ഈ എപ്പിസോഡുകളിലൂടെ പറഞ്ഞതാണ്. ഈ
കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അങ്ങനെ മറിയമില്ല. അവരുടെ വർഷിപ്പും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്. ക്രൈസ്റ്റ് സെന്റേർഡ് വർഷിപ്പ് ആൻഡ് തിയോളജിയാണ് ഈ വെസ്റ്റേൺ ചർച്ചിന്റേത്. ഈസ്റ്റേൺ ചർച്ചിന്റേത് തിയോസെൻട്രിക് ആണ്. തിയോസെൻട്രിക് എന്ന് പറയുമ്പോൾ ട്രിനിറ്റേറിയൻ വർഷിപ്പ്, ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ട്രിനിറ്റേറിയൻ വർഷിപ്പും ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിംഗ് വരുമ്പോൾ അത് ഓൾ എക്സ്ക്ലൂസീവ് ആണ്, ഓൾ ഇൻക്ലൂസീവ് ആണ്. എന്നാൽ വെസ്റ്റേൺ ചർച്ചിന്റെ എക്സ്ക്ലൂസീവിസം ആണ്. ആ എക്സ്ക്ലൂസീവ് നിലപാടാണ് നമ്മളിപ്പോൾ ഈ രേഖയിൽ കാണുന്നത്. എന്താണ് എക്സ്ക്ലൂസീവിസം, എന്താണ് ഇൻക്ലൂസീവിസം? ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ഹോളി ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്, അതിന്റെ സമഗ്രതയിൽ സമ്പൂർണതയിൽ സകലത്തെയും ഉൾക്കൊള്ളുകയാണ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആ ഉൾക്കൊള്ളൽ വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ വായിക്കണം. ഈ 4 ചാപ്റ്ററിനകത്ത് ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഓൾ ഇൻക്ലൂസീവ് ആയിട്ട് ട്രിനിറ്റേറിയൻ നിലപാട് വരുമ്പോൾ വരുന്ന മാറ്റം. ആ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് അവിടെ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയമും വിശുദ്ധന്മാരും എല്ലാം ഈ പൗരസ്ത്യ സഭയിലേക്ക് അവരുടെ ആരാധനയിൽ, അവരുടെ ദൈവശാസ്ത്രത്തിൽ എല്ലാം അവരെ ഉൾപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം, വിശേഷിച്ച് സുറിയാനി സഭയുടെ ഇതിനകത്ത് നമ്മൾ ഓരോ സഭയുടെ ലിറ്റേർജി പരിശോധിക്കുമ്പോൾ ഇത്ര മനോഹരമായി, ഇത്ര മാത്രം ശ്രേഷ്ഠമായി പരിശുദ്ധ മറിയത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വേറൊരു ലിറ്റേർജിയുമില്ല, വേറൊരു സഭാ പാരമ്പര്യവുമില്ല. പിന്നീട് സാധാരണ ആളുകൾ ചിന്തിക്കുമ്പോൾ കത്തോലിക്കരാണ് ഏറ്റവും വലിയ തീവ്ര മരിയ ഭക്തർ എന്നൊക്കെ തോന്നുന്നതിന്റെ കാരണം അത് പാരാ ലിറ്റേർജിയാണ്. ഒരിക്കലും കത്തോലിക്ക സഭയുടെ ലിറ്റേർജിയിലല്ല മറിയത്തെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അനുസ്മരിക്കുകയും വണങ്ങുകയും എല്ലാം ചെയ്ത പാരാ ലിറ്റേർജിയാണ്. എന്ന് പറഞ്ഞാൽ പാരലായിട്ട് സമാന്തര ആരാധനാ ക്രമമുണ്ട്. അതാണ് ഈ കൊന്ത നമസ്കാരം പോലെയൊക്കെയുള്ള അവരുടെ ലുത്തിനിയാകളെ പോലും ഒരു ലിറ്റേർജി ആയിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷെ സുറിയാനി സഭയ്ക്ക് ഒരിക്കലും ഒരു പാരാ ലിറ്റേർജി ഇല്ല. സുറിയാനി സഭയ്ക്ക് ഈ അടുത്ത കാലത്തായിട്ട് പാരാ ലിറ്റേർജി വന്നിട്ടുണ്ട്. അതൊരു പാരയാണ്. ഈ സുറിയാനി സഭയ്ക്ക് വന്നിട്ടുള്ള പാരാ ലിറ്റേർജി എന്ന് പറഞ്ഞാൽ പെന്റക്കോസ്റ്റൽ സോങ്സ് ഉൾപ്പെടുത്തിയുള്ള ഒരു പാരാ ലിറ്റേർജി ഇപ്പോ മലങ്കരയിലൊക്കെ പ്രയോഗത്തിലുണ്ട്. ദാറ്റ് മീൻസ് കുർബാനയ്ക്ക് ഇതരമായി, കുർബാനേതരമായി അല്ലെങ്കിൽ ലിറ്റർജിക്ക് ഇതരമായിട്ട് സമാന്തര ലിറ്റർജി വന്നിട്ടുണ്ട്. അത് യഹോവ ദൈവം വിശുദ്ധ ജാതി അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുക, കൈ കൊട്ടുക, അട്ടഹസിക്കുക, വികൃത ഭാഷകൾ സംസാരിക്കുക, ഇങ്ങനെ ഒരു പാരാ ലിറ്റർജി സംസ്കാരം സുറിയാനി സഭയിൽ രൂപപ്പെട്ടു വരുന്നു. ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പ്രവണതയാണ്, സമീപകാലത്ത് തുടങ്ങിയ പ്രവണതയാണ്. അത് വളരെ വേഗം പടർന്നു പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രവണത കത്തോലിക്ക സഭയിൽ വളരെ കാലം മുമ്പ് ഉണ്ടായി. അത് ഈ മരിയൻ കൾട്ട് എന്ന രൂപത്തിൽ, മരിയ ഭക്തി പ്രസ്ഥാനം എന്ന രൂപത്തിൽ വന്നിട്ട് കത്തോലിക്ക സഭയിൽ ഒരു പാരാലിറ്റർജിക്കൽ മൂവ്മെന്റ് വളരെ ശക്തമായിട്ടുണ്ട്. ഈ പാരാലിറ്റർജി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് കത്തോലിക്ക സഭയിൽ മരിയ ഭക്തി ഉള്ളത്. അതുകൊണ്ടാണ് ഈ വഴിസൈഡിൽ, പള്ളിക്ക് പുറത്തൊക്കെ ഈ വഴിസൈഡിൽ മറിയത്തിന്റെ ഗ്രോട്ടോ വെച്ചിരിക്കുന്നത്. പള്ളിക്കകത്തല്ലത്, പള്ളിക്ക് പുറത്ത്. ഇതൊരു പാരാലിറ്റർജിക്കൽ പ്രസ്ഥാനമാണ്, സമാന്തര സംവിധാനമാണ്. സുറിയാനി സഭയ്ക്ക് അങ്ങനെ സമാന്തര സംവിധാനമില്ല. പരിശുദ്ധ മറിയം എവിടെയാണ്? ലിറ്റർജിയുടെ ഹാർട്ടിലാണ് ഇരിക്കുന്നത്. ആ ലിറ്റർജിക്കൽ കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരാഴ്ച ഉണ്ടെങ്കിൽ ബുധനാഴ്ച പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി മാറ്റിവെക്കാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ കൃത്യം മധ്യത്തിലാണ്. കൃത്യം 7 ദിവസത്തിന്റെ നടുക്കത്തെ ദിവസമാണ് ബുധനാഴ്ച. ആ ഏറ്റവും മധ്യഭാഗം മറിയത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലിറ്റർജി വിശുദ്ധ കുർബാനയാണെങ്കിലും മറിയത്തിന്റെ നാമം കൂടാതെ പൂർത്തീകരിക്കുവാൻ സുറിയാനി സഭയിൽ അസാധ്യമാണ്. കാരണം അത്രമാത്രം അത് ഇഴയെടുപ്പമുള്ളതാണ്. അത് ദൈവശാസ്ത്രപരമായി, ക്രിസ്തുവിജ്ഞാനീയപരമായി അതിനകത്തുള്ളതാണ്. പക്ഷെ കത്തോലിക്ക സഭ അങ്ങനെയല്ല. ആ എക്സ്ക്ലൂസീവ് നിലപാട് ഇതിനകത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഡോക്യുമെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പരിശുദ്ധ മറിയത്തിന് ഇപ്പോൾ അവർ പ്രസാദിച്ചു നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം മദർ ഓഫ് ബിലീവേഴ്സ് എന്നതാണ്. നോക്കുക, മദർ ഓഫ് ബിലീവേഴ്സ്. എത്ര വർഷമാണ്? 431 നിന്ന് 1600 വർഷത്തിനിപ്പുറത്ത് 6 വർഷമേ ഉള്ളൂ. ഇപ്പൊ 1594 വർഷം കഴിഞ്ഞപ്പോ, എഫേസോസ് സുന്നോദോസ് കഴിഞ്ഞിട്ട് 1594 വർഷം കഴിഞ്ഞു. 1600 വർഷം നമുക്ക് റഫ്ലി കണക്ക് കൂട്ടാം. 1600 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കത്തോലിക്ക സഭ യോഗം കൂടി പ്രസാദിക്കുകയാണ്. മറിയത്തിനൊരു പദവി തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ആ പദവി? വിശ്വാസികളുടെ അമ്മ. ഇതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ ആളുകൾക്ക് ഏറ്റവും അധികം അന്ത്യോക്യയുടെ പാത്രിയർക്കീസായിട്ട് സേവറിയോസിനോട് വെറുപ്പും വിരോധവും വരുന്നത്. അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹത്തെ നമ്മൾ തുപതേനിൽ അനുസ്മരിക്കുന്നത് എങ്ങനെയാണ്? സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ സഭ മുഴുവന്റെയും വിവേകമുള്ള വായുത്തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് പറഞ്ഞ വേച്ചുസലവും മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവറിയോസും ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ദിവസമെങ്കിലും ഉറപ്പോടെ നിന്ന് പറഞ്ഞിട്ട് മരിക്കുക എന്നുള്ളതല്ലേ ജീവിതത്തിന്റെ സുഹൃതം? അല്ലാതെ ഇപ്പോഴും സംശയമാണ്, ആടി വലയുകയാണ്. രാവിലെ പത്രം എടുത്ത് നോക്കുക, ഇന്നത്തെ മറിയത്തിന്റെ സ്ഥാനം എന്താണ്, ഇന്നത്തെ ഓഹരിയുടെ നിലവാരം എന്താണ്, സ്വർണത്തിന്റെ വില എന്താണ്, കുരുമുളകിന്റെ വില എന്താണ്, കൊക്കോയ്ക്ക് തന്നെ വില ഇടിഞ്ഞോ ഉണ്ടോ,
ഏലക്കായുടെ വില എത്രയാണ് എന്നൊക്കെ നോക്കുന്ന പോലെ ഇന്നത്തെ മറിയത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് പത്രം നോക്കുന്ന ഗതികേടിലേക്ക് വിശ്വാസികൾ അധപ്പതിച്ചു പോയി, അല്ലെ അവരെ അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നിർത്തിയിട്ട് പോവാ പറ. മറുപടി പറയും. മറുപടി ആള് നിർത്തി. നേരിട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ? അല്ല, ഈ സുറിയാനി സഭേനെ പുള്ളി ഏറ്റെടുത്തോ അതോ പുള്ളിയെ സുറിയാനി സഭ ഏറ്റെടുത്തോ? അണിഞ്ഞിരിഞ്ഞ് അടക്കുവാണ് ഷിബുവിനെ പോലെ ഒരാളെ കിട്ടാൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഏറ്റെടുത്തോ അതോ അവർ ഇദ്ദേഹം തിരിച്ചാണോ ഏറ്റെടുത്തിരിക്കുന്നത്? ഞാനിനി പഠിച്ച ഞായറാഴ്ച തൊട്ട് പള്ളിയിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ ഷിബുവിന്റെ വല്ലോ വീഡിയോസോ ഓഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതുങ്ങാനും കണ്ടോണ്ടൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചേക്കും. ഇത്രയും നാൾ ഈ സുറിയാനി എന്ന് പറഞ്ഞ് നടന്ന് വെറുതെ മണ്ടത്തരമായി. ആർക്കട വെള്ളം സുറിയാനി ഇത്ര വലിയ കാര്യമായിട്ട് ഇങ്ങനെ കൊണ്ടായിരുന്നതിൽ 25 വർഷം പുള്ളി ഇതിനെ തെറ്റിദ്ധരിച്ച് നടന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് സുറിയാനി എന്ന് പറയും. സുറിയാനി സഭ പുള്ളിനെ അംഗീകരിച്ചിട്ട് പോലും ഇല്ല. ഇയാള് തിരിച്ചു പോക്കാം. ഇത് തിരിച്ചു പോക്കാം. എന്തെങ്കിലും അടുപ്പിച്ചിട്ടല്ലേ തിരിച്ച് കയറാൻ പറ്റുള്ളൂ. ഇങ്ങനെ സീറോ മലബാറിൽ ആലഞ്ചേരിയുടെ അടുത്ത് പോയി പുള്ളി കാലി നോക്കിയതാണ്, പക്ഷെ പുള്ളി ചവിട്ടി പുറത്താക്കി. ചില ആളുകൾ ഉണ്ടെന്ന് അത്, പക്ഷെ അത് ഈ നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിലും ഉണ്ട് ഇതിന്റെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും. എവിടെയെങ്കിലും ഏതെങ്കിലും ബിഷപ്പിന്റെ കയ്യെ തോളത്തൊക്കെ കൈയിട്ടുണ്ട് എവിടെയെങ്കിലും സാധിച്ചു പോയിരിക്കും. അത് കണ്ടിട്ട് 10 ആള് കൂടും. പിന്നെ അവൻ വലിയ ആളായി അവിടെ ഇവിടെ നടക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ നാളായിട്ട്. ഇയാള് യാക്കോബക്കാരുടെ വലിയ ആളാണ്, യാക്കോബ ബിഷപ്പുമാരുടെ വലിയ ആളാണ്, ഓർത്തഡോക്സ് ബിഷപ്പുമാരുടെ വലിയ ആളാണ്. അങ്ങനെ ഓരോരുത്തരും പെന്തക്കോസ്തിലായിരുന്നു, പെന്തക്കോസ്തുകാരുടെ വലിയ ഇതായിരുന്നു. ഇപ്പൊ സുറിയാനിയുടെ പുറകെ ചൊറിഞ്ഞ നടപ്പുണ്ട്. എവിടെയാ കയറി കൂടിയാക്കുന്നതെന്ന് അറിയത്തില്ല, ആരുടെ അടുത്താണ് ചൊറിഞ്ഞു കൂടിയാക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും കുറച്ച് നാളായിട്ട് തലതല്ലി കരഞ്ഞോണ്ട് നടക്കുകയാണ്. സുറിയാനിയാണ് മറ്റേതെന്ന് പറഞ്ഞതൊക്കെ എന്താ കാര്യം ഇരിക്കുന്ന കാത്തലിക് സഭയിൽ ചേർന്നു. കാത്തലിക് സഭയുടെ ചില കാര്യങ്ങളുമായിട്ട് സുറിയാനി സഭ പോകുന്നു. സുറിയാനി സഭയ്ക്ക് ആധികാരികമായിട്ട് ശരിയാണ് അവരുടെ വിശ്വാസങ്ങളും പാരമ്പര്യം നിലനിർത്താനുള്ള അവകാശവും അധികാരവും അവരത് നിലനിർത്തുന്നുമുണ്ട്. പിന്നെ എന്നതാ ഈ പറയുന്നത്? അന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ തെളിയിക്കാനായിട്ട് ഈ കാക്കന്മാരെ ഞാൻ കാക്കന്മാരെ ഇതുപോലെ പറയണ ഞാൻ എടുത്തിട്ട് ഞാൻ തൂക്കിയാനെ. ഇതിപ്പോ ക്രിസ്ത്യാനികളായി പോയി. മറുപടി വല്ലോണ്ടി പറ. മറുപടിയാ പറയേണ്ടതെന്ന് പറ. അല്ല, ഇതിനെന്ത് മറുപടിയാ പറയേണ്ടത്? മറുപടി ഒന്നും ഇല്ലാത്തോണ്ടാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്ത് മറുപടിയാ പറയേണ്ടത് പറ. മറുപടി ഇല്ലാത്തോണ്ടാണെങ്കിൽ അത് പിന്നെ ശരിയാണ്. കാക്കമാരാണ് ഇതുപോലെ രാത്രിയിൽ പുകച്ചിരിക്കുന്ന അജിയെ, ഇത് രാത്രി പുകച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന മറുപടി ഒന്നുമല്ല. അല്ല, സംസാരിച്ച ഷിബു ആയതുകൊണ്ട് മറുപടി മുട്ടാന്ന് മറുപടി പറഞ്ഞാൽ പറ്റുമെന്ന് പറയുന്നത് ബാലിശമാണ്. ഷിബു സംസാരിച്ചത് കൊണ്ട് മറുപടി പറഞ്ഞാൽ പറ്റൂ, അല്ലെങ്കിൽ മറുപടി ഇല്ലാതായി. ഇന്ന് പറയുന്നല്ല, നാളെ പറയുന്നല്ല, മറ്റന്നാൾ പറയുന്നത്. എപ്പോ വേണേലും തിരിയും. അജി ഒന്ന് ക്ലാരിഫൈ ഒരു 2-3 സെന്റൻസിൽ, അപ്പൊ ഞങ്ങൾ അതിന് മറുപടി പറയും. അതാ ഞാനും പറഞ്ഞത്. അജി പറ, ഞങ്ങള് തരാം മറുപടി. അജി സാറിന്റെ അല്ലേ റൂം, അപ്പൊ ഞങ്ങള് മറുപടി തരാം. അജി പറ. 1600 വർഷമായിട്ടും മറിയം ആരാന്ന് നിങ്ങളുടെ സഭയ്ക്ക് അറിയില്ല. അതാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. മറുപടി പറഞ്ഞു. ഇപ്പോഴാണ് ഈ 2025 നവംബർ 4-ാം തീയതിയാണ്. ഇനിയും മാറ്റും. ഇനി പുള്ളിയുടെ അടുത്ത വാദം വരുന്നുണ്ട്. ഇടയ്ക്കല്ലേ അടുത്ത വാദം പുള്ളി പറഞ്ഞത്, ഇപ്പൊ മറിയമിന്റെ പൊസിഷൻ മാറ്റി, ഇനി നാളെ കർത്താവിനെ മാറ്റൂടാന്ന് എന്താണ് ഇവന്മാരുടെ ഉറപ്പ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് അത് വരാൻ പോകുന്നുണ്ട്. അത് പിന്നെ കേൾപ്പിക്കാം. കാരണം 2000 വർഷമായിട്ട് നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അമെന്റ്മെന്റും ഒരു റിക്വസ്റ്റ് ഫോർ അമെന്റ്മെന്റിനെ സമ്മറിൽ റിജക്റ്റഡ് ആൻഡ് അഡ്വൈസ് നോട്ട് ടു, അത് മാത്രമേ കാര്യം. അതായത് ഇത് മാറ്റം എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഒരു സ്റ്റാറ്റസിനെ മാറ്റുന്നതാണ്. ഇത് എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് കണ്ടിന്യൂ, സ്റ്റാറ്റസ് കോ. അതായത് ഒരു പെർട്ടിക്കുലർ അമെന്റ്മെന്റ് ചോദിച്ചു, അതായത് എന്താ പറയുന്നത്, കോ റിഡംട്രസ് എന്നുള്ള ഒരു അമെന്റ്മെന്റ് അപ്രൂവ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് വന്നു. അപ്പൊ ആ റിക്വസ്റ്റിനെ സമ്മറിൽ റിജക്ട് ചെയ്തു. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഇന്റലക്ച്വൽ ഓണസ്റ്റി ഉള്ള ആളാണ് ഇതിൽ മാറ്റിയെന്ന് പറയുന്നത്. മാറ്റിയതല്ല, റിക്വസ്റ്റ് ഫോർ അമെന്റ്മെന്റ് സമ്മറിൽ റിജക്റ്റഡ്. ഐ ഹോപ്പ് ഐ മേഡ് ഇറ്റ് ക്ലിയർ. അജി ബ്രദർ, എനിക്കൊരു ഡൗട്ട്. എനിക്ക് സുറിയാനി അവിടുത്തെ കുർബാന അറിയാത്തതുകൊണ്ടാണ്. ഓരോ പ്രാർത്ഥനയിലും മറിയത്തെ വിളിച്ചാണോ ആരാധിക്കുന്നത്? ഇവർ ഈ മറിയ ഭക്തര് തമ്മിൽ ഇപ്പൊ ആരോപിക്കുന്ന ആരോപണം മറിയത്തിന് ആവശ്യത്തിന് ആരാധന കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില് മറ്റേ ചന്ദ്രത്തിരി മാറ്റി വെക്കുന്നത് പോലെ മറിയം ആവശ്യത്തിനുള്ള പുക പിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് തിരിച്ചുവിട്ടാന്ന് പറഞ്ഞ ഈ ഇവർ തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ മറിയത്തിന് ആവശ്യത്തിന് ആരാധന കൊടുക്കും. ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ സിവിൽ ചർച്ച വേണ്ട, പുക പിടിക്കുക അങ്ങനെയുള്ള വേണ്ട. നല്ല പാർലമെന്ററി രീതിയിൽ സംസാരിക്കും, അത് മതി. കാര്യങ്ങൾ
അല്ല ഞാൻ പറയുന്നത്, കത്തോലിക്കർ ഇത്ര കിടന്ന് മറിയത്തെ ആരാധിച്ചിട്ട് ഇത്രയും ലോകം മുഴുവൻ ഇത്രയും പ്രതിഭ വെച്ചിട്ടും ഇവർക്ക് ആവശ്യത്തിന് മറിയത്തെ ആരാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇവരെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇനി അവരെന്താ ചെയ്യണ്ടേ? ഇനി അവരെന്ത് ചെയ്യണം പറ? ഇതിൽ കൂടുതൽ മറിയത്തെ ആവശ്യത്തിന് ആരാധന കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇനി ഇതിൽ കൂടുതൽ എന്താ അവര് ചെയ്യണ്ടേ? ക്രിസ്ത്യാനി എന്ന വാക്ക് പൂർണ്ണമായിട്ട് നിരോധിച്ച് മറിയാനി എന്ന വാക്ക് മാത്രമാക്കണം. എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല പുള്ളിക്കാരനെ മറ്റേ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല. ബ്രദറെ അല്ല അൽഷിബ് വിട്ടേക്കുന്ന വിലക്ക് വെളിയേക്കേണ്ട കാര്യമില്ല ജോഷിയേട്ടൻ കത്തോലിക്ക. പറഞ്ഞിട്ട് മാറ്റിയവരെടുത്തു. ജോഷിയേട്ടൻ പറഞ്ഞിട്ട് മാറ്റിയവരെടുത്തു. ജോഷിയേട്ടൻ പറ. കത്തോലിക്ക സഭയിലാട്ടെ അപ്പോസ്തലിക സഭയിലാട്ടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും വിശുദ്ധരുടെ ഓർമ്മ അവിടെ പറയും. അതിനകത്ത് ആദ്യം പറയുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മയാണ്. അൽമദ് ബഹുകുദിശാനകുവേം ദുഗ്രാന ദൗസുൽ താമറിയം എമ്മീറാലാഹ. അങ്ങനെ ആലാഹ എന്നാണ് പൗരസ്ത്യ സുറിയാനിക്കാരൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ അമ്മയായ മറിയത്തിന്റെ ഓർമ്മ പരിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. പക്ഷേ ഇവര് ഓറിയന്റൽ ഓർത്തഡോക്സുകാരൊക്കെ പറയുന്നു. പൗരസ്ത്യ സുറിയാനിക്കാർ പറയുന്നത് മിശിഹ മാതാവ് എം എ ദ മിശിഹ എന്നാ പറയുന്നത്. മിശിഹ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഓർമ്മ വിശുദ്ധ കൊടുക്കുന്ന ടൈറ്റിലിന് മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടുപേരും ഓർക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ രക്തസാക്ഷി ഞങ്ങളുടെ സഭയിലാണെങ്കിൽ തോമസ് സ്ലീഹായുടെ ഓർമ്മ, അങ്ങനെ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെയും സാക്ഷ്യം വഹിച്ചവരുടെ സ്ലീഹന്മാരുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ എന്നും പറഞ്ഞാണ് ബലിപീഠത്തിൽ പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ ഓർമ്മ പ്രകാരം അവരുടെ പിന്തുടർന്നാണ് ഞങ്ങൾ ഈ ബലി അർപ്പിക്കാനായിട്ടല്ല അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കാണ് ഇതാണ്. അത്രേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ സങ്കീർത്തനം വായിക്കുമ്പം മാതാവിന്റെ തിരുനാളാണെങ്കിൽ വാഗ്ദാന പേടകത്തെയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് മുമ്പ് അല്ല ദൈവത്തിന്റെ പ്രത്യക്ഷത ഭൂമിയിലോട്ട് കൊണ്ടുവന്നവരുടെയൊക്കെ അങ്ങനത്തെ സങ്കീർത്തനങ്ങൾ കൂട്ടി വായിക്കും മാതാവിന്റെ തിരുനാൾ ദിവസമാണെങ്കിൽ. അതല്ല വേറൊരു സ്ഥലത്തും മാതാവിന്റെ ഓർമ്മയൊന്നും ആചരിക്കുന്ന പരിപാടിയില്ല. എല്ലാ വിശുദ്ധരുടെയും സകല സഭാ മക്കളുടെയും കൂടെയാണ്. അതിൽ ഒന്നാമത്തെ നമ്പറായിട്ട് പരിശുദ്ധ മറിയത്തിനെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അവിടെയാണ് സുറിയാനി സഭ, അതായത് ഈസ്റ്റേൺ യാക്കോബ സഭ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഓരോ വാക്കിലും മറിയുണ്ട്. നിങ്ങളെ കടത്തി വെട്ടിയെന്ന് അവിടെയാണ് അവർക്ക് പോയിന്റ്. യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ മറിയത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടെയാണ് നിങ്ങൾ പോയത്. അവര് ഫുൾ പോയിന്റ് കൊണ്ടുപോയി. ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പുള്ളി പറഞ്ഞത്. മറിയം മറിയം അല്ലല്ല പോലോ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ശുഭപിടിക്കൽ പറഞ്ഞതെന്ന് മനസ്സിലായത് ബേസിക്കലി അടിച്ചു മാറ്റിയത് എന്താണ് പറഞ്ഞത്, അത് മുഴച്ചു നിൽക്കുമെന്ന് പറയുന്നതാണ് പുള്ളിയുടെ പരാതി. പുള്ളി പറയുന്നത് കുറവ് ആരാധിക്കുന്നോ കൂടുതൽ ആരാധിക്കുന്നോ എന്നല്ല. പൊതുവെ മറിയ ആരാധനയുടെ കാര്യം വരുമ്പോ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താ പറഞ്ഞത്, കത്തോലിക്ക സഭയെ പറ്റിയ കാര്യം. അടിച്ചു മാറ്റിയതായതുകൊണ്ട് അത് ഏച്ചു കെട്ടിയാ മുഴച്ചിരിക്കുന്ന പറയുന്നതല്ല, ഓവറായിട്ട് ചെയ്യുന്നുണ്ട്, പാരാലിറ്റർജി ആയിട്ട് വരുന്നുണ്ട്, ഓവറായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. നെസ്റ്റോറിന് പ്രോപ്പർ റെക്കഗ്നിഷൻ കൊടുക്കാത്തതും അത് റീബ്രാൻഡ് ചെയ്ത് അവരുടേതായിട്ട് അവതരിപ്പിച്ച് അത് ആകെ കുളവാക്കി എന്നുള്ളതാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള ഇത് ചെയ്യാതെ, അതായത് അടിസ്ഥാന വിശ്വാസം ക്രിസ്റ്റോസെൻട്രിക് ആയതുകൊണ്ട് തിയോസെൻട്രിക് ആവാത്തതുകൊണ്ട് അടിസ്ഥാനം ശരിയാവാതെ ഇത് എടുത്ത് കിട്ടിയപ്പോഴത്തേക്ക് മുഴച്ചിരിക്കുന്ന പറയുന്ന പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഈ പറയുന്ന കോൺട്രഡിക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് പോപ്പൗട്ട് ചെയ്ത് വരുന്ന, പഴുപ്പ് പോലെ പോപ്പൗട്ട് ചെയ്ത് വരുന്നതെന്നാണ് ബേസിക്കലി ശുഭപിടിക്കൽ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അവർ ഓവറായിട്ട് ചെയ്യുന്നത്. അതിനാ പുള്ളി ഒരു പാരലായിട്ട് പെന്തക്കോസ്റ്റൽ പാട്ടുകൾ ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ പാരാലിറ്റർജി ആയിട്ട് കടന്നു വരുന്നു എന്ന് പറഞ്ഞത്. ചിലപ്പോൾ പെന്തക്കോസുകാര് പാടുന്നതിനെക്കാട്ടിയും ഭയങ്കരമായിട്ട് ഓർത്തഡോക്സുകാർ പാടുന്നുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ ഏച്ചു കെട്ടിയ മഴച്ചിരിക്കുക എന്ന് പറയുന്ന പോലെ മരിയ ആരാധനയുടെയും മരിയയുടെ ബിംബങ്ങളുടെ കാര്യം എല്ലാം വരുമ്പോ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് കത്തോലിക്കരുടെ കാര്യമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം എല്ലാം ഓറിയന്റലുകാരുടെ കയ്യിലാണെന്നാണ് ബേസിക്കലി ശുഭപിടിക്കൽ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്കിതിന്റെ ചരിത്രവും കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ കേട്ടത് മനസ്സിലാക്കിയതാ പറഞ്ഞത്. ഓക്കെ. താങ്കൾ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ഒരിക്കലും ആരാധന കൊടുക്കുന്നില്ല. ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാട്രിയ എന്നാണ്. ലാട്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ഫ്രം ഡൂലിയ. അഡോറേഷൻ എന്ന് പറയുന്നതാണ്. അഡോറേഷൻ തന്നെ ഒരു ഹൈപ്പർ ലെവലിലാണ് ഹൈപ്പർ ഡൂലിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് വാക്കുകളും മലയാളത്തില് ഇക്വലന്റ് ആയിട്ടുള്ള വാക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഹൈപ്പർ ദൂലിയ എന്നുള്ളതും അഡോറേഷൻ തമ്മിൽ ഇത് ദൈവത്തിന് മാത്രമേ ആരാധനയ്ക്കുള്ളതെന്നാണ് കാത്തലിക് ഫെയ്ത്ത്. ഒരിക്കലും മാതാവിനെ ആരാധിക്കുന്നത് കത്തോലിക്ക സഭ അപ്രൂവ് ചെയ്യുന്നില്ല. പിന്നെ ചില മണ്ടന്മാർ കത്തോലിക്കർ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ട്. പെന്തക്കോസുകാരിലും മിസ്റ്റേക്ക് ഉണ്ട്. അവര് ചാത്തൻ സേവ ചെയ്യുന്ന പെന്തക്കോസുകാരെ എനിക്കറിയാം. അതിൽ നിന്ന് ഓർത്തോട്ട് നിങ്ങൾ ജനറലൈസ് ചെയ്തെന്ന് മാത്രമേ പറയുള്ളൂ. ആരാധന എന്നുള്ളത് ഒരിക്കലും മാതാവിന് ആരും കൊടുക്കുന്നില്ല. ഇപ്പൊ ശിബു പീഡിക്കൽ പറഞ്ഞു കത്തോലിക്ക സഭ ഇങ്ങനെ പറഞ്ഞു പ്രഖ്യാപിച്ചു. ഒരു മിനിറ്റ് താര, അതായത് നമ്മൾ ആർഗ്യുമെന്റ് വയ്ക്കുമ്പോ കുറച്ച് കൺഹോമിന് ഇപ്പൊ ഷിബു പിടിക്കൽ അത് പറഞ്ഞത് നോണയാണ്. മാതാവിനെ ആരാധിക്കുന്നു എന്നുള്ള ഇൻവെർട്ടഡ് കോമ ആ വാക്കൊന്നും ചിലപ്പോ
ചിലപ്പോ അല്ല കത്തോലിക്ക സഭ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ അതിന്റെ ആ സ്റ്റോറി ഇത് എടുക്കണം. കാരണം അയാൾ പറയുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഇടയ്ക്ക് കയറണ, നമുക്ക് ലാസ്റ്റ് വരെ കേൾക്കാം. പുള്ളി പറയുന്നത് ഇപ്പൊ മറിയാമിന്റെ ഇപ്പൊ ആരാധന എടുക്കുക തുടങ്ങുന്നത് നിന്നെ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്നെ മാമോദിസ മുക്കിയ യോഹന്നാൻ ശ്രീഹായും അല്ലെ മാമദാനെയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ആരാധന തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന വരെ മറിയ എന്റെ തൊണ്ട്. കറക്റ്റാണ് പുള്ളി പറഞ്ഞത്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അതിപ്രസരം, മറിയമ്മിന്റെ അതിപ്രസരം ഇല്ല. ക്രിസ്റ്റോ സെൻട്രിക് ആണ്. ഞാൻ പേഴ്സണലി ക്രിസ്റ്റോ സെൻട്രിക് വർഷിപ്പിനെയാണ് എനിക്ക് താല്പര്യം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് വളരെ കൃത്യമാണ്. പക്ഷെ ഷിബു പിടിക്കൽ പറഞ്ഞത് പിന്നെ ഈ എന്താണ് ഓറിയന്റൽ ഓർത്തഡോക്സിന്റെ ആരാധനയാണ് ശരിയായ ആരാധന, മറ്റുള്ളവരുടേത് മറിയമ്മിന് ഒരു സ്ഥാനവും ഇല്ല, ഇവർക്കുള്ള പാരാ ലിറ്റർജിയിലാണ് മറിയുള്ളത്. അതുകൊണ്ടാണ് ഫൈവ് പറഞ്ഞ ലുത്തിനിയ, പിന്നെ ഈ ഗ്രോട്ടോ, ഇത് ടൈപ്പ് സാധനങ്ങള്, പിന്നെ നഗരി കാണിക്കല്, പിന്നെ എന്താണ് പ്രതിമകൾ ഉണ്ടാക്കി വെക്കല്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ കശുമാവിന്റെ അണ്ടി തൂങ്ങിക്കിടക്കുന്ന പോലെയാണ്. അകത്തൊന്നുമില്ല, ഒറ്റ ഒരെണ്ണുള്ളൂ. പക്ഷെ അതാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഈ ഭക്തി ഉള്ളതും കത്തോലിക്കർക്കാണെന്നുള്ളത് ഡൗട്ട് ഇല്ലല്ലോ. അതാണ് തർക്കമെങ്കിൽ ഞാൻ പറയുന്നത് ഇനിയൊരു സിനഡ് ഇരുന്നിട്ട് കുർബാനയിലെ ഓരോ വാക്യത്തിലും മറിയം കേട്ടുന്നതിന് എന്താ കുഴപ്പമെന്താ? നാളെ ഇതും തീരുമാനിക്കുന്നത് മജിസ്റ്റീരിയല്ല. മജിസ്റ്റീരിയത്തിന്റെ ഒരു മീറ്റിംഗ് നടത്തിയാൽ ഈ മരിയൻ എന്നുള്ള രീതിയിലേക്ക് മുഴുവൻ മാറ്റുന്നതിന് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതിലെന്താണ് കുഴപ്പം? വത്തിക്കാനിലൊരു ചർച്ച നടത്തി കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ബ്രദറെ, അത് അജീബ് ബ്രദർ ഷിബു പീഡിക്കൽ പറഞ്ഞത് ആ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഇന്ന് യേശുക്രിസ്തുവിനെ പറ്റി ഏറ്റവും കൂടുതൽ സാക്ഷി പറയുന്നത് ന്യൂ ഏജ് ചർച്ചസ് അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നിക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ ജോഷോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇന്ന് യേശുക്രിസ്തുവിനെ പറ്റി എപ്പോഴും പറയുന്നത് ന്യൂ ഏജ് ചർച്ചസും ഈ മെഗാ ചർച്ചസും അല്ലേ. ബാക്കി സഭകൾ പറയുന്നതിനെക്കാട്ടി കൂടുതൽ യേശു എന്ന് പറയുന്നത് നമ്മുടെ ജോയലോസ്റ്റിന്റെ സഭകളും അതുപോലുള്ള വലിയ വലിയ മെഗാ ചർച്ചസ് ആയിരിക്കും. പക്ഷെ അതൊക്കെ ഫ്രോഡ് ചർച്ച എന്നിട്ട് നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ഇതാ അധികം കാണിക്കുന്നതുകൊണ്ട് അത് ലെജിറ്റിമേറ്റ് അല്ലെന്നാണ് പുള്ളി പറയുന്ന ആർഗ്യുമെന്റ്. എല്ലാവരും പറയുന്ന ഓക്കെ. ഇനിയുണ്ടല്ലോ ഈ ഷിബു കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു ഡോഗ്മ ഇറക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇറക്കി അതെല്ലാം പുറകോട്ട് പോക്കാന്നുണ്ട്. ഈ ഷിബു പീഡിയക്കല് പുള്ളി എൻഡോഴ്സ് ചെയ്യുന്ന സഭ, പുള്ളിനെ ആ സഭ അംഗീകരിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. യാക്കോബായ സഭയ്ക്ക് അവരുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ കഴിഞ്ഞ 17 നൂറ്റാണ്ടായിട്ട് അല്ല 16 നൂറ്റാണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരിക്കലും അവരുടെ സഭയിൽ ഉണ്ടാകുകയില്ല, അത് നടക്കുകയില്ല. അവരുടെ പാത്രിയാർക്കീസിന് സ്വപ്നം കാണാൻ പോലും പേടിയാണ്. ഇനി പോട്ടെ, മൊത്തം എല്ലാ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും വേണ്ട, കേരളത്തിലോ അല്ലെങ്കിൽ ഇവരുടെ അന്ത്യോക്യയിലുള്ള പാത്രിയാർക്കീസിലുള്ള കേരളത്തിലെ കാതോലിക്കോസിന്റെ കീഴിലുള്ള സഭയിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സഭ ആ 2000 വർഷമായിട്ട് വിശ്വസിക്കുന്നു ഒരിക്കലും ഉണ്ടാകില്ല. അന്നേരം തന്നെ അതിനകത്ത് അടിപൊട്ടും. അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഒരു വിശ്വാസം ധൈര്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഇല്ലാത്ത ഒരു സഭ സുറിയാനി എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തോലിക്കരെ കുറ്റം പറയുന്നത്. കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞ 2000 വർഷമായിട്ട് മാറ്റമില്ലാത്ത വിശ്വാസമുണ്ട്. അതിന് ആരെങ്കിലും എന്തെങ്കിലും സംശയം സഭയ്ക്ക് അകത്തോ പുറത്തോ ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം അതുകൊണ്ട് രക്ഷയിൽ വേറെ മനുഷ്യരില്ല. പ്രത്യക്ഷമായിട്ട് ഒന്നും കേൾക്കുന്നില്ല. അതെ ഞാൻ അതുകൊണ്ട് നമ്മുടെ ചെറിയ സാറ് വന്നിട്ട് ചെറിയ സാർ എന്തോ താങ്കൾ പറഞ്ഞു ഒന്നും തന്നെ കേട്ടില്ല. കാരണം ജോസേട്ടൻ പറ, ജോസേട്ടൻ അതുണ്ട് ചെറിയ സാറിനോട്. ജോസേട്ടൻ പറ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആഗോള കത്തോലിക്ക സഭ എപ്പോഴും തെറ്റുകള് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്, അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കരുതിയാൽ മതി. പ്രത്യേകിച്ചും നമ്മളെ ഇപ്പൊ ഇറക്കിയിരിക്കുന്ന ഈ ചാക്രിക ലേഖനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ കുറെ പോയിന്റുകൾ നമുക്ക് അതിലൊന്ന് ഫസ്റ്റ് വരുന്നത് മീഡിയേറ്റർ ആരാന്നുള്ളത്, യേശു ക്രിസ്തു മാത്രം മീഡിയേറ്റർ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പെന്തക്കോസ്തുകാർ നിങ്ങൾ പോലും അത് അംഗീകരിക്കും, അതിനൊരു മാറ്റമേ ഇല്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് മരിയൻ ഭക്തി കൂടി കത്തോലിക്ക സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും ആ മരിയൻ ഭക്തി മാറിയിട്ട് ഈ ക്രിസ്തു സെൻട്രിക് എന്നുള്ള അവിടുന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് കൃത്യമായിട്ട് പോപ്പ് ലിയോ ഇത് എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഈ
മീഡിയേറ്റർ യേശുക്രിസ്തുവാണ്. നമുക്ക് മനുഷ്യനും ദൈവത്തിനും മധ്യയുള്ള മീഡിയേറ്റർ യേശുക്രിസ്തു മാത്രമാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് മാർപ്പാപ്പ ചെയ്തേക്കുന്നത് അവിടെ. രണ്ടാമത്തെ കാര്യം, സകല കൃപകളുടെയും മാതാവെന്ന് പറയുന്ന ഒരു പോയിന്റ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൃപകളുടെ മാതാവ് എന്ന് പറഞ്ഞ കൃപകൾ തരുന്നത് ശരിക്കും മാതാവല്ലല്ലോ. അങ്ങനെ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുണ്ട്. എല്ലാ കൃപകളും മാതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രീതിയിലുള്ള ചില നാമങ്ങള് മറിയത്തിന് കൊടുത്തേക്കാണ്. ഇപ്പൊ യേശു മറിയ മധ്യസ്ഥയാവുന്നു, അല്ലെങ്കിൽ മറിയ സകല കൃപകളുടെയും മാതാവാകുന്നു, പല രീതിയിലുള്ള ഈ സർവനാമങ്ങൾ കൊടുത്ത് ആ ഒരു ആരാധന സഭയിലേക്ക് കടന്നു വരുന്നതായിട്ട് മാർപ്പാപ്പയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് അതൊരു തിരുത്തൽ ആയിട്ടാണ് ഈ ചാക്രിക ലേഖനം കൊടുത്തിട്ടുള്ളത്. ഈ ഷിബുപീഡിയകള് പറയുന്ന പോലെ ഒന്നല്ല. ഷിബുപീഡിയകള് കുറെ മണ്ടതരങ്ങൾ പറഞ്ഞിട്ട് പോയെന്ന് മാത്രം. കാരണം ഷിബുപീഡിയകളുടെ ഓർത്തഡോക്സ് യാക്കോബായ സഭയിലെ കുർബാന തുടങ്ങുന്നത് തന്നെ നിന്മാതാവ് വിശുദ്ധന്മാർ നിവേദൻ പ്രാർത്ഥനയിൽ അജിപ്രദന അറിയാലോ. അത് ആ രീതിയിലുള്ള ഇതിൽ അവർ തുടങ്ങിയിട്ട് അവസാനം വരെ മാതാവിന്റെ പ്രത്യേക പ്രാർത്ഥനയും വിശുദ്ധ കുർബാന ചെല്ലുന്നുണ്ട്. അതേസമയം കത്തോലിക്ക സഭയില് മാതാവിനെ ഇടയ്ക്ക് കുർബാനയ്ക്ക് മുമ്പ് സകല മരിച്ചുപോയവരെയും സകല വിശുദ്ധന്മാരെ ഓർക്കുന്ന ആ ഒരു നേരത്ത് മാത്രമേ പറയുന്നുള്ളൂ. അത് മറിയത്തെ മാത്രമല്ല ഔസപിതാവിനെയും ഓർക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയില് ഈ കത്തോലിക്ക സഭ ഈ മരിയാഭക്തി കൂടിയിട്ട് വ്യതിചലനം ക്രിസ്തു സെൻട്രിക് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറി പോകുന്ന സാഹചര്യം വന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചാക്രിക ലേഖനം ഉണ്ടായത്. അതെപ്പോഴും സഭയ്ക്ക് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മാർപ്പാപ്പ പോലെ ഇത്രയും വിദഗ്ധനായ ഒരു മനുഷ്യൻ ഈ ചാക്രിക ലേഖനം ഇറക്കുകയില്ലല്ലോ. അത് സഭയ്ക്ക് ഗുണം ചെയ്യുന്നതുകൊണ്ട് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാത്തലിക്സിനോട് ഒരു ചോദ്യം, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. അതായത് കാത്തലിക്സിനോട് ഒരു ചോദ്യം. എനിക്ക് കാത്തലിക്സിനോട് ചെറിയ സാറിനോട് അടുത്ത് ഒറ്റ സെക്കൻഡ് എനിക്ക് ഒറ്റ ചോദ്യം. അത് കഴിഞ്ഞിട്ട് ചെറിയ സാർ സത്യബ്രദറിനോടാണ് ചോദ്യം. സത്യബ്രദറിന്റെ അടുത്താണ് ചോദ്യം. വേറെ ആരെങ്കിലും എനിക്ക് അത് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഈ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം എക്സ് കത്തീഡ്രൽ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണോ? അല്ലെങ്കിൽ അതിന്റെ ലീഗൽ സൈഡ് എനിക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഈ കത്തോലിക്ക സഭ ഇത്രയും നാള് പറഞ്ഞ ആർഗ്യുമെന്റിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം ഈ എക്സ് കത്തീഡ്രൽ ഡോക്യുമെന്റ് മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്തുള്ള ആ വാക്കുകളെയാണ് ഇപ്പോഴുള്ള പോപ്പ് റിവോക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ആ തെറ്റാവരം എന്നുള്ള പിന്നെ എന്താണ് എക്സ് കത്തീഡ്രൽ ഡോക്യുമെന്റില് എന്താണ് പറഞ്ഞേ ബിഷപ്പ് ഓഫ് റോം എന്നുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട് മാർപ്പാപ്പ ഒപ്പുവെച്ച സൈക്ലിക്കൽ സാധനം പിന്നെ അല്ലെങ്കിൽ ബുള്ള് പേപ്പർ ബുള്ള് മാറ്റിയതോടുകൂടി ഈ തെറ്റാവരം എന്നുള്ള സംഭവം പോയില്ല എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനൊരു ഔട്ട്റേജിയസ് സ്റ്റേറ്റ്മെന്റ്സിന്റെ പാപ്പാമാരുടെ സത്യവരെന്ന് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് തെറ്റാവരം എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടന്റ് ടു സേ ദ റൈറ്റ് ഓർ ദ പെർമിഷൻ ഓർ ദ അതോറിറ്റി ഫോർ കറക്ഷൻ. തെറ്റാവരം എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് മാത്രമല്ല, ആർക്കെങ്കിലും തെറ്റ് പറ്റി, അതൊക്കെ സഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മിയാ കൂപ്പ എന്ന് പറഞ്ഞ് ആ തെറ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള പവർ കൂടിയാണ്. ഐ ഹോപ്പ് ഐ മേഡ് മാർപ്പാപ്പ ഈ ഇറക്കുന്ന ഒരു മാർപ്പാപ്പ ഇറക്കുന്ന എന്താ ഡോക്യുമെന്റുകളോ അല്ലെങ്കിൽ ഇത് പിന്നെ ചാക്രിക ലേഖനങ്ങളോ ഒന്നും തെറ്റാവരം ഉപയോഗിച്ച് ഇറക്കുന്നതല്ല. ആകെപ്പാടെ ഇന്ന് വരെ തെറ്റാവരം ഉപയോഗിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു പറയുന്നത് മാതാവിന്റെ സ്വർഗാരോഹണം മാത്രമേ ഉള്ളൂ, വേറൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും തെറ്റാവരത്തിന്റെ കീഴിലുമല്ല. ഇതൊക്കെ സഭ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ആലോചിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരസ്യമായിട്ട് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടതിന്റെയും പ്രഖ്യാപിക്കേണ്ടതിന്റെയും രീതി ആലോചിച്ച് തീരുമാനിക്കുന്നു. എല്ലാ എന്നാ സമിതികളുടെയും അംഗീകാരത്തിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരിക്കുക. അല്ല മാർപ്പാപ്പ എഴുതി പ്രസിദ്ധീകരിച്ചു അത് കഴിയുമ്പോൾ എല്ലാവരും അംഗീകരിച്ചോണം, അങ്ങനെയല്ല. കത്തോലിക്ക സഭയുടെ അംഗീകാരത്തിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. ഒരു കാര്യം ഞാൻ ഈ വിഷയം ഇതിന്റെ ലീഗൽ സൈഡ് അല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഷിബു പീഡിയക്കിൽ പറഞ്ഞതിന്റെ പലരും പറഞ്ഞു ഇവിടെ ക്രിസ്റ്റോ സെൻട്രിക് എന്ന് അജീബ്രത് പറഞ്ഞെങ്കിലും കൂടുതൽ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ത്രിത്വ വിശ്വാസമാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെട്ട സിറോ മലബാർ സഭയില് ത്രിത്വ വിശ്വാസത്തിനാണ് എന്താണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനർത്ഥം ക്രിസ്റ്റോ സെൻട്രിക് അല്ലെന്നല്ല. കാരണം ക്രിസ്തുവിനെ മാത്രം എടുത്ത് നമ്മൾ എടുത്തു കൊണ്ടുപോകുന്ന ഇപ്പൊ ആരോട് സൂചിപ്പിച്ചതുപോലെ മെഗാ ന്യൂ ചർച്ചുകളുടെ വിശ്വാസത്തിൽ
ഇപ്പോ യഹോവയെ തെറി പറയുന്ന ഘട്ടത്തിലോട്ട് വരെ പോകുന്ന ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പോ പിതാവ് പുത്ര പരിശുദ്ധാത്മാവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ദൈവപ്രമാണം, ദൈവവിശ്വാസത്തിന്റെ തിയോളജിക്കൽ ബേസ് കിടക്കുന്നത്. അതിനെ ഒഴിവാക്കി പരിശുദ്ധാത്മ ഭക്തി മാത്രം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം മാത്രം കൊടുത്ത്, യേശു ക്രിസ്തുവിന് മാത്രം പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ യഹോവ ഭക്തിക്കാരായ യഹോവ സാക്ഷികളെ പോലെ നടക്കുന്ന ഒരു വിശ്വാസത്തിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ക്രിസ്റ്റോ സെൻട്രിക് എന്ന് പറയുമ്പോൾ ഐ വുഡ് റാദർ പ്രിഫർ ഈ ട്രിനിറ്റേറിയൻ വിശ്വാസത്തിലോട്ട് വരണമെന്നും, അതിന് ഇപ്പൊ ഷിബു പീഡിയക്കിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ എംഫസൈസ്, ഞാൻ ഷിബു പീഡിയക്കിൽ തിയോളജി അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഇനി ആരും എന്നെ എടുക്കണ്ട. പക്ഷെ കന്യാമറിയത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ. തിയോത്തോക്കോസ് എന്നുള്ളതും ഒരു മിനിറ്റ് 5 ഞാൻ പറഞ്ഞു കഴിയട്ടെ. തിയോത്തോക്കോസ്, ആന്ത്രോപ്പോത്തോക്കോസ്, ക്രിസ്തോത്തോക്കോസ്. ഈ ആന്ത്രോപ്പോത്തോക്കോസ് എന്നുള്ള ഈ ഒരു ഡിസ്കഷന്റെ ഒരു പോയിന്റ് വരെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. എനിവേ, അപ്പൊ എന്താ കിടക്കുന്നത്? ത്രിത്വ വിശ്വാസത്തിന് ഇന്ന് വരുന്ന, എനിക്കിത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ പെന്തിക്കോസ് വിഭാഗത്തിലൊക്കെ ഞാൻ വളരെ കൂട്ടായിട്ട് സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന സഭകളാണ്. അവരെപ്പോഴും യേശു ക്രിസ്തുവിനെ മാത്രമാണ്, യെസ് മറ്റില്ലെന്നല്ല, പക്ഷെ എല്ലാം യേശു 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 എന്ന് പറഞ്ഞ് ത്രിത്വ വിശ്വാസത്തിന് ചെറിയൊരു കുറച്ചിൽ വന്നിട്ടുണ്ടോ എന്ന് പെന്തക്കോസ് സഭാ വിഭാഗങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ മരിയ ഭക്തിയെ പറ്റി പറയുമ്പോൾ, ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ ചെറുപ്പം മുതൽ ജനിച്ചു വളർന്ന പാരമ്പര്യ ക്രിസ്ത്യാനി ആണ്. അപ്പൊ ഞങ്ങൾക്ക് കൊന്ത ചെല്ലുന്നു, മരിയ ഭക്തി എല്ലാം ഉണ്ട്. ഇന്ന് വരെ എന്റെ മനസ്സിൽ മാതാവ് യേശു ക്രിസ്തുവിനേക്കാളും വലുതാണെന്നോ മാതാവാണ് പ്രധാനപ്പെട്ട ആളാണെന്നോ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നും യേശു ക്രിസ്തുവിലോട്ട്, അതായത് മറിയം വഴി യേശു ക്രിസ്തുവിലോട്ട് എന്നുള്ളൊരു ആപ്തവാക്യമാണ് ഞാൻ ചെറുപ്പത്തിൽ മുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തുവിനെ പ്രസവിച്ച മാതാവ് പ്ലസ് യേശു ക്രിസ്തുവിനെ ഏറ്റവും അടുത്തറിഞ്ഞ ആള്, ജനനം മുതൽ കുരിശുമരണ സ്വർഗാരോഹണം വരെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണമെങ്കിൽ നമ്മൾ മറിയത്തിന്റെ മനോഭാവം എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച രീതിയാണ്. ഇനി ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക് യു. ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്തു. അതായത് 1904 ഞാൻ അജി ബ്രദറിന്റെ ബാക്കിലിട്ടുണ്ട് മറ്റൊരു എൻസൈക്ലിക്കില് ഇവരിങ്ങനെ പറയും ഇത് സ്വഹിഹ ഹദീസ് അല്ലെന്ന് പറയുന്നത് പോലെ ഇത് ഇൻഫോളിബിൾ അല്ലെന്ന് പറയും. 1904 ലിയോ 10 സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് ഒരു മനുഷ്യൻ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കൃപയെന്നല്ല, ക്രിസ്തുവിൽ നിന്ന് എന്തും ലഭിച്ചാൽ അത് മറിയയിലൂടെയാണ്. അതാണ് സെയിന്റ് ബെർണാഡ് ഓഫ് സിയനയും പോപ്പ് ലിയോ 10 പറഞ്ഞത്. സഭ ശരീരമാണെങ്കിൽ ക്രിസ്തു തലയാകുമ്പോൾ മറിയ കഴുത്താകുന്നു എന്ന് പറഞ്ഞത്. ഇതെല്ലാം എൻസൈക്ലിക്കഡ്. അപ്പൊ അവർ പറയുന്നത് അങ്ങനൊന്നുമില്ല, നമ്മൾ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഇനി മറ്റൊരാൾ പറഞ്ഞത് ഈ എന്താണ്, മറിയ മകനോട് കമാൻഡ് ചെയ്യുന്നു, ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്നു, മകൻ അതായത് രാജമാതാവ് കൽപ്പിക്കുമ്പോൾ മകൻ അനുസരിച്ചേ പറ്റുള്ളൂ. ഇനി സകല പ്രപഞ്ചത്തിലും വാഴുന്ന രാജ്ഞിയായിട്ട് സത്യബ്രദർ കരുതുന്നുണ്ടോന്നാണ് എന്റെ ചോദ്യം. സ്വർലോക രാജ്ഞിയായിട്ട് കത്തോലിക്ക സഭ മറിയത്തെ കാണുന്നുണ്ട്. അത് പറയാനും ക്രിസ്തുവിനേക്കാളും വരുന്നല്ല, സർവ്വ സൃഷ്ടിക്കും മുകളില് രാജത്വമുള്ള, ഞാൻ ഓരോരോ ഡോക്യുമെന്റ് എടുത്ത് കാണിച്ചു തരാം, ഇതെല്ലാം പേപ്പൽ ബുള്ളകളാണ്. അതിനകത്ത് ഓരോ സൃഷ്ടിയുടെ മേലും അധികാരമുള്ള രാജ്ഞിയായിട്ട് മറിയത്തെ കരുതുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇല്ല, ഞാൻ കരുതുന്നില്ല. എന്റെ ഡയറക്റ്റ് ഉത്തരം ഞാൻ കരുതുന്നില്ല. താങ്ക് യു. അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ കാത്തലിക് ചർച്ച്? ചെറിയ സാറിന്റെ ഒരു മിനിറ്റ് സൃഷ്ടിയുടെ മേലെ അധികാരം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ചെറിയ സാറിന് ഒരു അവസരം കൊടുക്കും. പുള്ളിയുടെ അവസരമാണ് പലരും കവർന്നെടുത്തത്. ചെറിയ സാർ പറഞ്ഞു. താങ്ക് യു. ഞാന് ജോഷ് ബ്രദർ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പുതിയൊരു ഡോഗ്മ ഉണ്ടാക്കാനായിട്ട് നടക്കുകയില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വളരെ കറക്റ്റാണ്. കാരണം എനിക്ക് ഇത്രയും വയസ്സായിട്ട് ഒരു പുതിയൊരു ഡോഗ്മ സഭയില് എൻ്റെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു 5 പതിറ്റാണ്ട് കഴിഞ്ഞ് ഏതായാലും പ്രായം ഓർമ്മ വെച്ചിട്ട് 5 പതിറ്റാണ്ട് കൂടുതലായിട്ട് നല്ലതായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. ഇന്ന് വരെ ഒരു പുതിയ ഡോഗ്മ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ 5 പതിറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന പ്രാർത്ഥനകളിൽ നിന്ന് വല്ല ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ നമ്മൾ ഹാവ് മേഴ്സി ഓൺ മീ എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്കും അതെല്ലാം വന്ന് സിറിയാനികളൊന്നും മാറ്റിയിട്ടില്ല. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇപ്പോഴും ആളുകൾ ചിലപ്പോൾ അങ്ങനെ മാറ്റി പറയാറുണ്ട്. ഇങ്ങനെ വന്ന ചില വളരെ എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരു പുതിയൊരു ഡോഗ്മ, അതെ ഇത് ഇന്ന പോലെ ഇന്ന പാത്രികേസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമുണ്ട്, അത് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞെടുക്കേണ്ട കാര്യം ഈ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഈ ഇപ്പം മറിയ ഭക്തി ഏറ്റവും കൂടുതൽ കൂടിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ നേരാണ്. കത്തോലിക്ക സഭയിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്, നമ്മൾ വെളിയിൽ കാണുന്നത്. അത് തന്നെയാണ് ശുഭപുരേക്കൽ പറഞ്ഞു, വെളിയിലാണ് കാണുന്നത്, അകത്തില്ല.
അതായത് ഞങ്ങളെ സംബന്ധിച്ച് മരിയ ഭക്തിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ മുഴുവൻ ഞങ്ങളുടെ ലിറ്റർജിയിൽ ഇരിക്കുമ്പോൾ ഇവരുടേത് വന്ന് ലിറ്റർജിക്കകത്തല്ല, ലിറ്റർജിക്ക് വെളിയിലാണ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ അവരാരെങ്കിലും അവരുടെ ലിറ്റർജി എടുത്തിരിച്ചിട്ട് തെളിയിക്കണതേ ഞങ്ങളുടെ ലിറ്റർജി മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നത്. സുറിയാനി സഭയുടേത് ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഇനിയും പുതുതായിട്ട് മാറ്റേണ്ട കാര്യമില്ല. അത് പണ്ടും മാറ്റിയിട്ടില്ല, ഇനി മാറ്റേണ്ട കാര്യമില്ല. മനസ്സിലായോ? പരിശുദ്ധ കന്യകാമറിയാമിന് സുറിയാനി സഭ ഒരു ഒരു 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ കൊടുത്തിരുന്ന സ്റ്റാൻഡിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് ഇന്ന് വരെ വന്നിട്ടില്ല. അതിനി നാളെ ഇപ്പോൾ അവിടെ നിന്നൊരു പാത്രികീസ് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ പാത്രികീസിന് ഈ പറഞ്ഞ തെറ്റാവരവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെച്ച് ഇവിടെ ആരുടെയും പുറത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് ആദ്യം യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങൾ വരുന്ന വിശ്വാസികൾക്കാണ് അതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിങ്. അത് നേരെ മേളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെയാണ് ആ രീതികൾ കണ്ടിട്ടുള്ളത്. പിന്നെ വേറെ എന്താണ് നമ്മുടെ പേരിൽ എന്തോ ഒരു ആരോപണം പറഞ്ഞു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ പറ്റി ഒരാരോപണം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റാൻഡ് കൊണ്ടുവന്നത് അവർ ഈ നൂറ്റാണ്ടിലാണ്, 1950s പല കാര്യങ്ങളും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിപ്പം മാറ്റി, ഇപ്പം 2025 ആയപ്പോൾ മാറ്റി. 75 വർഷം അത് നിലനിന്നു, അത്രേ കാര്യമുള്ളൂ. അത് ഇനിയും മാറാം എന്ന് പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. മാറാമായിരിക്കാം, അതിന് നമുക്ക് കുഴപ്പമില്ല. അത് ഒരു അവരുടെ ചർച്ചിൻ്റെ തീരുമാനമാണ്. അവരെന്ത് വിശ്വസിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. അത് നമ്മുടെ കാര്യമല്ല. പിന്നെ നമ്മൾ ജനറിക്കായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുള്ള അതിനുടനെ വന്നിട്ട് നമ്മളെ തെറി പറയുന്നതിനകത്തൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഞങ്ങളുടെ ഇതിനകത്ത് നിന്ന് കൂട്ടിയിട്ടുമില്ല, ഞങ്ങളൊന്നും മാറ്റിയിട്ടുമില്ല. ഞങ്ങൾ ആരുടെയും പുറത്തോട്ട് ഇമ്പോസ് ചെയ്യാൻ പോകത്തുമില്ല. ഈവൻ ഒരു ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന പോലെയാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും അത് എക്സെപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കണമെന്ന് നിർബന്ധമില്ല. ദാറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.